ഹലോ നമസ്കാരം. നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നു. പ്രമേഹം എന്നത് മരുന്നുകൾ കൊണ്ട് മാത്രം സുഖപ്പെടുത്തുവാൻ കഴിയുന്നതാണോ? അല്ല എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ചികിത്സയിലൂടെ പ്രമേഹ നിയന്ത്രണം സാധ്യമാണ്. പക്ഷേ പ്രമേഹം മൂലമുണ്ടാകുന്ന ആന്തരികാവയവങ്ങളുടെ നാശമോ? നോക്കൂ, ഒരു വാഹനം അതിന്റെ ടയർ നല്ലതായത് കൊണ്ട് മാത്രം അത് നല്ല വാഹനം എന്ന് പറയില്ല. നല്ല വെളിച്ചമുള്ള ഹെഡ് ലാമ്പുകൾ ഉള്ളത് കൊണ്ടും അങ്ങനെ പറയാൻ കഴിയില്ല. അതിന്റെ ഓരോ പാർട്ടും മെക്കാനിക്കലി ഫിറ്റ് ആയാൽ മാത്രമേ നല്ല വാഹനം എന്ന് പറയാൻ കഴിയൂ. കൃത്യമായി പരിചരിക്കപ്പെടുന്ന വാഹനങ്ങൾ അവയുടെ മോഡൽ അഥവാ പഴക്കത്തിനനുസൃതമായതിലും മുകളിൽ പെർഫോമൻസ് ചെയ്യുന്നത് കാണാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആന്തരികാവയവങ്ങൾ, അവ ഓരോന്നിന്റെയും ആരോഗ്യം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നല്ല ആരോഗ്യം എന്ന് പറയാൻ സാധിക്കൂ. ദീർഘകാലത്തെ മരുന്നുപയോഗവും തെറ്റായ ജീവിതശൈലിയും ഭക്ഷണത്തിലെ പോഷകരാഹിത്യവും മൂലം പ്രമേഹമടക്കമുള്ള ജീവിതശൈലീജന്യ രോഗങ്ങൾ എത്രകാലം ചികിത്സിച്ചാലും ഭേദമാക്കുക അസാധ്യമാണ്. എല്ലാ ആന്തരികാവയവങ്ങളും പതിയെ പതിയെ കേടാവുകയും ആരോഗ്യം പൂർണ്ണമായും നഷ്ടമാവുകയും ചെയ്യും. കേവലം രക്തപരിശോധനാ ഫലത്തിൽ അക്കങ്ങൾ കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ചികിത്സ നടത്തുകയല്ല, മറിച്ച് പൂർണ്ണമായ ആരോഗ്യത്തോടെ ജീവിക്കാൻ പര്യാപ്തമായ പരിചരണം കൂടി അത്യന്താപേക്ഷിതമാണ്. പ്രായാധിക്യം പോലും തളർത്താത്ത പെർഫോമൻസ് നിങ്ങളുടെ എല്ലാ പാർട്ടിനും ഉണ്ടായിരിക്കട്ടെ എന്നാശംസിക്കുന്നു. പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലീജന്യ രോഗങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ഓൺ ചെയ്യൂ. യെസ് എന്ന് കമന്റ് ചെയ്യൂ. പ്രമേഹദിനത്തിലെ ഓൺലൈൻ പ്രോഗ്രാമിൽ സൗജന്യമായി പങ്കെടുക്കാനുള്ള ലിങ്ക് താങ്കൾക്ക് അയച്ചു തരുന്നതാണ്. ശ്രദ്ധിക്കണേ, ജീവിതം ഒന്നേയുള്ളൂ. അത് വേദന തിന്നാനുള്ളതല്ല.